ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് പേയ്മെൻറ്റ് ലേറ്ററും അതുപോലെ പേ ലേറ്റർ EMI ഓപ്ഷനൊക്കെ എനേബിൾ ആയിട്ടുണ്ടായിരുന്നിട്ട് അതിപ്പോൾ ഡിസേബിളായി. എല്ലാവർക്കും ഡിസേബിളാണ്, മൊത്തത്തിൽ കഴിഞ്ഞു, അതിൻ്റെ കാര്യം കഴിഞ്ഞു. പോളിസിയൊന്നും അവർ കറക്റ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് RBI എന്നെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു, പേയ്മെൻറ്റ് ലെറ്റർ പ്രോബ്ലം സോൾവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. അതിനകത്ത് ഞാൻ പറഞ്ഞത് അവർ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ തൽക്കാലത്തേക്ക് ഡിസേബിൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത്. ഇതിപ്പം ഇനി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്ത് ക്യാൻസൽ ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിനകത്ത് പേയ്മെൻറ്റ് ലെറ്റർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ഈ അക്കൗണ്ടിനകത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് 82,809. ഞാനിപ്പോൾ ഓൾറെഡി ഒരു മൊബൈൽ നേരത്തെ പർച്ചേസ് ചെയ്ത, ഇത് ഡിസേബിൾ ആവുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ഒരു മൊബൈലിൻ്റെ ഇതിങ്ങനെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നിന്ന് നമ്മൾ 80,000 രൂപ ഒരു ലിമിറ്റ് തന്നേക്കുന്നത് ഇവർ നമുക്ക് ലോൺ അനുവദിച്ചിട്ടുള്ള രീതിയിലാണ് ഇവർ നമുക്ക് ലിമിറ്റ് കാണിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം, എൻ്റെ ഒരു ഇതിനകത്ത് കാണിച്ചു തരാമേ. ഞാൻ ഈ വൺ സ്കോർ എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വൺ സ്കോർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് നിങ്ങളെ മൊബൈൽ നമ്പർ എടുത്തിട്ട് പിന്നെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് 746. ഇതിന് മുമ്പ് 757 പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ ലോൺ എടുക്കുന്നതിന്, പുറത്തുനിന്ന് ലോൺ എടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും പോയി ജാമ്യം നിൽക്കാതിരിക്കുക. അവർ പൈസ അടച്ചില്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറിനെ അത് നന്നായിട്ട് ബാധിക്കും. അങ്ങനെ ഒരിക്കൽ അബദ്ധം പറ്റിയതാണ് എനിക്കിപ്പോൾ 746 വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മൈ ലോൺസ് നടക്കുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ എവിടെ നിന്നെല്ലാം ലോൺ എടുത്തിട്ടുണ്ടോ അതെല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ആക്റ്റീവായിട്ട് 3 അക്കൗണ്ടുകളാണ് കാണിക്കുന്നത്. എൻ്റെ പേരിലുള്ള 3 അക്കൗണ്ടുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ ഈ ക്ലോസ്ഡ് അക്കൗണ്ട് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. അതായത് നമ്മൾ ഫ്ലിപ്കാർട്ട് പേയ്മെൻറ്റ് ലേറ്ററിൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് അവർ മൊബൈൽ വാങ്ങിക്കുന്നതും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് എളുപ്പമല്ലേ, അങ്ങനെ എടുത്ത് കൊടുത്ത് അതെല്ലാം ക്ലോസ് ആയി. പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ട് പേയ്മെൻറ്റ് ലേറ്ററിൽ നിന്ന് ആ EMI എന്ന് വാങ്ങിക്കുന്നത് IDFC ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മൊബൈൽ വാങ്ങിച്ച് 3 മാസം കഴിഞ്ഞ് അടച്ചു തീർന്നെന്ന് വിചാരിച്ചു, 6 മാസം കഴിഞ്ഞു അടച്ചു തീർന്നതിന് ശേഷം ഒരു 1-2 മാസമോ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ അക്കൗണ്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കാണിക്കുകയുള്ളൂ. അതുവരെ അവർ ആക്റ്റീവ് എന്നേ കാണിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ക്ലോസ് ആവുള്ളൂ. ഈ അടയ്ക്കുന്ന മാസം തന്നെ ഇത് ക്ലോസ് ആവുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 7,000 രൂപ ഞാൻ സിവിൽ സ്കോർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെസ്റ്റ് മണിയല്ല മണി വ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനകത്ത് എടുത്തതാണ്. അതിപ്പോൾ ഇനി 1 മാസം കൂടെ ഉള്ളൂ. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും സിവിൽ കൂടി കേട്ടോ. അങ്ങനെ അടച്ചു വന്നപ്പോഴേ സിവിൽ കൂടി. അങ്ങനെ എടുത്ത് ആക്റ്റീവായിട്ടുള്ളൊരു അക്കൗണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു മൊബൈൽ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ 8,528 കാണിക്കുന്നത്. അതും കൂടെ ക്ലോസ് ആകുമ്പോഴത്തേക്ക് അത് രണ്ടും ക്ലോസ് ആകും. പിന്നെ ഈ കാണിക്കുന്ന IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് കാണിക്കുന്നത് 80,000 രൂപ. ഇത് ഞാൻ എടുത്തിട്ടുള്ളതല്ല, നിങ്ങൾ എൻ്റെ ആ ഫ്ലിപ്കാർട്ടിൻ്റെ പേയ്മെൻറ്റ് ലേറ്ററിൽ അതിൽ കണ്ടായിരുന്നു ഒരു ലിമിറ്റ് കാണിച്ചേക്കുന്നത്. അത് നമുക്കിവിടെ ലോണിൻ്റെ സെക്ഷനിൽ യവന്മാർ എടുത്തിട്ടേക്കുന്നത്. നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും മറ്റ് ലോണുകളോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ 80,000 രൂപ അതിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും യവന്മാർ നമുക്ക് തരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു പേയ്മെൻറ്റ് ലേറ്റർ നമുക്ക് ആ ഒരു ഇതിട്ടേക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ നമുക്ക് ആ പേയ്മെൻറ്റ് ലേറ്ററിൽ കിടക്കുന്ന ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു IDFC ബാങ്കിന് ഇതുമായിട്ട് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിനെ കോപ്പി ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ മെയിൽ ID ഒന്ന് കൊണ്ടുപോയിട്ട് മെസ്സേജ് ചെയ്താലും മതി. വിളിക്കുമ്പോഴത്തേക്ക് മലയാളമല്ല, ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിക്കുന്ന ആൾക്കാരാണ് കിട്ടുന്നത്. നമുക്ക് മലയാളം കസ്റ്റമർ അല്ലെങ്കിൽ തമിഴൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ക്ലോസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്തിട്ട് നമ്മൾക്ക് ഫോണിനകത്തുനിന്ന് Gmail, അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഏതിരിക്കുന്ന അക്കൗണ്ടാണോ അതിനകത്ത് നമുക്ക് ആ ഒരു എനേബിൾ ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ടിനകത്ത് തന്നെ ഇമെയിൽ ഐ ഡിക്കകത്ത് നിന്ന് തന്നെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യണം. കമ്പോസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്രം എന്നുള്ളതിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കാണിക്കും. 2 എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ആ ഇമെയിൽ ഐ ഡി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും ഇത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് പ്രശ്നമാണ്, സിവിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട്, അങ്ങനെയുള്ള രീതി. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ദയവായി ഇവിടെ ക്യാൻസൽ ചെയ്ത് തരണം, ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് തരണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് മേളിലായി ആരോ അടക്കുന്നതിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ
നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഇംഗ്ലീഷ് ടു മലയാളം എന്നുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. ഇതാണ് ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ മുകളിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്മളെന്താണോ അവരുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ടു ഇംഗ്ലീഷ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴത്തിനകത്ത് ഇംഗ്ലീഷിലുള്ളത് വരും. അപ്പോഴത്തേക്ക് നമ്മളിവിടെ കോപ്പി ചെയ്തിട്ട് നേരെ അതിനകത്ത് കൊണ്ടുവന്നിട്ട് മെയിൽ ഐ ഡിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇതവിടെ സബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെ ഇവിടെ കാണുന്നത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു 3 ദിവസമൊക്കെ എടുക്കും നമുക്ക് അത് ക്യാൻസൽ ആയി വരാൻ പറ്റും. എന്ന് പറഞ്ഞ് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കളയില്ല. നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത് എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കാണും. നമ്മൾ ആദ്യം ചെയ്തു വരാം. അപ്പോഴത്തേക്ക് KYC അപ്ഡേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് എപ്പോഴും എങ്ങനെ ഇളവിലാക്കിയോ അതുപോലെ തന്നെ നമുക്ക് പിന്നീട് അത് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അവന്മാർ ക്ലോസ് ചെയ്തേക്കണേ. ഇത് ഇനി വരുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം സിവിലിനെയൊക്കെ ചിലപ്പം സിവിലിനെ ബാധിച്ചില്ലെങ്കിലും ഈ ഒരു നമുക്കൊരു ഇത്ര രൂപ ഇവർ ലോൺ തന്നതായിട്ടുള്ള ഇതായിട്ടാണ് കാണിക്കുന്നത് ആക്റ്റീവായിട്ടുള്ള. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കമൻറ്റിൽ ചോദിച്ചാലും അത് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.